ദുൽ ജലാലി വൽ ഇക്റാം. അറാബിയായ മനുഷ്യൻ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അറാബി പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ അഅ്ളമിൽ അളീം അൽ ഹന്നാനിൽ മന്നാൻ മാലിക്കിൽ മുൽക്കി ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ബിസ്മിക്കൽ അഅ്ളം, നിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുൽ അഅ്ളമിൻ്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ, അത് മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ. അൽ അലീം, മഹോന്നതനായ റബ്ബേ. അൽ ഹന്നാൻ, വാത്സല്യനിധിയായ റബ്ബേ. അൽ മന്നാൻ, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന തമ്പുരാനെ. മാലിക്കിൽ മുൽക്കി, സർവാധികാരങ്ങളുടെയും അധികാരിയായ റബ്ബേ. ദിൽ ജലാലി വൽ ഇക്റാം. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തന്നെ ഉണ്ട്. സമിഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുല, നബി ഞങ്ങൾ ഒരാൾ പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് ഒരാൾ ചൊല്ലുന്നത് നബി ഞങ്ങൾ കേട്ടു. ഫഖാല, അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅ്ളം, അല്ലാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളം മുൻനിർത്തിയാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അല്ലദീ ഇദാ സുഇല ബിഹി അഅ്താ, അത് മുൻനിർത്തി ചോദിച്ചാൽ അല്ലാഹു നൽകിയിരിക്കും. വ ഇദാ ദുഇയ ബിഹി അജാബ്, ആ ഇസ്മുൽ അഅ്ളം മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകിയിരിക്കും. അങ്ങനത്തെ ഇസ്മ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ദുആ ഇറക്കുന്നത് എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ബിഅന്ന ലകൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവേ നിനക്കാണ് അർഹതപ്പെട്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി ആരുമില്ല റബ്ബേ. വഹ്ദക ലാ ശരീക ലക്, അല്ലാഹുവേ വഹ്ദക ലാ ശരീക ലക്, പടച്ചതമ്പുരാനെ അല്ലാഹുവേ നീ ഒരേ ഒരുത്തനാണ്, വഹ്ദാണ്, ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല. അൽ മന്നാൻ, സർവഗുണങ്ങളും നന്മയും മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്, പ്രപഞ്ചത്തിന് നൽകിയവനായ റബ്ബേ, ഔദാര്യവനായ റബ്ബേ. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു മോഡലും കാണാതെ ഒറ്റക്ക് പടച്ചവനെ റബ്ബേ, ആദ്യമായി പടച്ചവനെ റബ്ബേ. ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാ ആദരവും ബഹുമാനവും എല്ലാം അർഹിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ഇറക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ദആ ബിസ്മില്ലാഹില്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വ ഇദാ സുഇല ബിഹി അഅ്താ. ഇങ്ങനെ ദുആ ചെയ്താൽ, ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ചോദിച്ചാൽ അല്ലാഹു നൽകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാറുണ്ട്, അലിദ്ദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിനോട് ദുആ ഇറക്കുമ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് അഭയം ചോദിക്കണമേ. ഇമാം അഹ്മദ് എന്നിവർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അലിദ്ദൂ ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ് ഉണ്ടല്ലോ ദുആ. യാദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ്, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണമേ. അത് ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് അഭയം തരും. ഇൽസമൂ, അത് എപ്പോഴും പറയണം, അതതിനർത്ഥം. അലിദ്ദൂ എന്ന് പറഞ്ഞാൽ അക്സിറൂ മിൻ ഖൗലി ദാലിക ഫീ ദുആഇക്കും, അങ്ങനെയാണ്. അല്ലാഹു ഇക്റാമിൻ്റെ, അല്ലാഹു ഇക്റാം അർഹിക്കുന്നവനാണ്. അല്ലാഹു വഖാറും ഹൈബത്തുമുള്ളവനാണ് റബ്ബ് തആല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് വേണമെന്നാണ്. നമ്മളൊരു വിലയില്ലാതെ സംസാരിക്കരുത്. നമ്മൾ അർത്ഥശൂന്യമായ വാക്കുകൾ പറയരുത്, അനാവശ്യമായ വാക്കുകൾ പറയരുത്.
അർത്ഥശൂന്യമായ സംസാരങ്ങൾ നിർത്തിവെക്കണം. അപ്പോഴാണ് ജലാലുണ്ടാവുള്ളൂ. ഇക്റാം, നമ്മൾ കൊടുക്കാൻ പഠിക്കണം, സംഭാവന ചെയ്യാൻ, സ്വതക്ക ചെയ്യാൻ. അതൊരു ശീലമാണ്, അതൊരു വലിയ നന്മയാണ്. പലർക്കും അത് കഴിയില്ല, ഭയങ്കര പിഷ്കായിരിക്കും. വായ കൊണ്ട് ബിരിയാണി വെച്ച് തരും, പക്ഷെ 5 പൈസൻ്റെ ഉപകാരം മനുഷ്യന് ചെയ്യൂല, പൈസ കൊടുക്കാൻ പറ്റൂല. ശരി, അത് നമ്മുടെ നഫ്സിനെ നമ്മൾ ആ ഒരു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. നമുക്ക് അങ്ങനെ പൈസയോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അർഹതപ്പെട്ട പച്ചയായ മനുഷ്യർക്ക് നമ്മൾ കൊടുക്കാനുള്ളൊരു സന്നദ്ധത, അത് ഇക്റാമാണ്. അള്ളാഹു തരുന്നില്ലേ, നമുക്കെന്താ കൊടുത്താൽ? അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദാനം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് അങ്ങനെ പോലീസ് പറഞ്ഞു പോവുള്ളൂ, കൊടുക്കൂല. എന്തേ? കൊടുത്താൽ പോയി എന്നാ വിചാരിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചിന്തിക്കുക? കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാളത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി കഴിഞ്ഞു എന്നാ. അള്ളാഹു താല അതിനെ വളർത്തും. മിഥലൽ ജബൽ, പർവ്വതം പോലെ ഉന്നതമായിട്ട് അള്ളാഹു എനിക്ക് തന്നേക്കും. ആ ഈമാനുള്ള ഒരാൾക്കേ സ്വതക്ക ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹു ഇക്റാമുള്ളവനാണ്. നമ്മൾ എന്ത് ചെയ്യണം? മക്റുമത്ത്, ദാനം ചെയ്യണം, ഔദാര്യം ചെയ്യണം എന്നാണ് ഇതിനർത്ഥം. ഇയ്യാക വമാ യുഅ്തദറു മിൻഹു, പരിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ദുൽ ജലാലി വൽ ഇക്റാം ആണെങ്കിൽ ഇയ്യാക വമാ യുഅ്തദറു മിൻഹു, ഒരു സോറി പറയേണ്ട വിഷയം അതാദ്യം ചെയ്യാതിരിക്കുക, അതാ നല്ലത്. ഇയ്യാക വമാ യുഅ്തദറു മിൻഹു, പുറത്തു തരണേ, ഐ എം സോറി, എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുന്ന അവസ്ഥകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനമൊക്കെ ശ്രദ്ധിക്കണം. മൻ കസുറ കലാമുഹു കസുറ ലഗതുഹു എന്ന കുറേ വർത്തമാനം പറഞ്ഞ ആൾക്കാരുണ്ടാവും. ചില പെണ്ണുങ്ങളിലുണ്ടാവും അങ്ങനെ ആൾക്കാർ, ചില ആണുങ്ങളിലുണ്ടാവും അങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ ഇരിക്കാൻ കഴിയില്ല, ചെവിയൊക്കെ പൊത്തി പിടിക്കേണ്ടി വരും. മൂപ്പരടുത്തുണ്ടോ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരൊന്നും വേദക്കാരൊന്നും വരില്ല, കാരണം ഉണ്ടാണ്ടിരിക്കണ്ടേ. അവർ വേറെവിടെയും പോയി ആരോടെങ്കിലും കഥ പറയുന്നുണ്ടാവും. നിർത്താതെ പറയുന്നവരുണ്ട്. വാക്കുകൾ കൂടിപ്പോയാൽ കസുറ ലഗതുഹു, അതിലെ മിസ്റ്റേക്കുകൾ വർദ്ധിക്കും. വമൻ കസുറ ലഗതുഹു, മിസ്റ്റേക്ക് കൂടിയാൽ അതിൽ തെറ്റുകൾ വർദ്ധിക്കും. തെറ്റുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ളത് പറയാം, അത് ആവശ്യമുള്ള തോതിലും കണക്കിലും പറയാം. ഇത് ദുൽ ജലാലി വൽ ഇക്റാമാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന ഇന്നർ റജുല യഖൂലുൽ കലിമത ഫീ സഖത്തുല്ലാഹ്, അള്ളാഹുവിന് ദേഷ്യം വരുന്ന ഒരു വാക്ക് പറയുന്ന ഒരു മനുഷ്യൻ, അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ഒരു വാക്ക്, 5 മിനിറ്റ് 10 മിനിറ്റ് മണിക്കൂറൊന്നല്ല, ഒരു വാക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചില ആളുകൾ പറയും. ലാ യുൽഖീ ലഹാ ബാലൻ, അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്ന ചില ആളുകൾ, യഹ്വീ ബിഹാ 70 ഖരീഫൻ ഫീ ജഹന്നം, ആ ഒരു വാക്ക് കാരണം നരകത്തിൽ 70 വർഷത്തോളം ആഴത്തിലേക്ക് വീഴുന്ന ആളുകളുണ്ട്. നരകത്തിലേക്ക് വീഴുന്ന അടിയിലെത്തുമ്പോഴേക്ക് 70 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുന്നു. അത്രയും പോകാൻ കാരണം മനുഷ്യൻ്റെ വാക്കാണ്. എന്താ ഈ വാക്കിന് ഇത്ര പ്രത്യേകത എന്നറിയോ? ഇപ്പം നിക്കാഹ് വാക്കാണ്, ത്വലാഖ് ഒരു വാക്കാണത്. എന്തേ? നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ചിന്തയുമാണ് നമ്മുടെ വാക്കിലൂടെ പുറത്തു വരുന്നത്. നമ്മുടെ we as a whole is represented by the words that we speak. അതല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് വെറുതെ വാക്ക് പറഞ്ഞെന്ന് പറയരുത്, അതിനർത്ഥം ഉണ്ടാവും, അത് മീനിങ് ഫുൾ ആണത്. നമ്മളെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ വാക്കുകൊണ്ടാണ്.